ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാരോപണ കേസിലെ വീഴ്ചകൾ തുറന്നു പറഞ്ഞു പരാതിക്കാരി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകി. കുഞ്ഞുമുഹമ്മദിന്റേത് ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യമല്ലെന്നും അതിക്രമം നടത്തിയത് ബോധപൂർവമെന്നും പരാതിക്കാരി ഒരു പത്രത്തിലെഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തി. ഒരു ദിനപത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ വീഴ്ചകൾ സംബന്ധിച്ച പരാതിക്കാരിയുടെ തുറന്നു പറച്ചിൽ. ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ക്ഷണമനുസരിച്ചാണ് സെലക്ഷൻ കമ്മിറ്റി അംഗത്വം ഏറ്റെടുത്തത്. പിന്നാലെയാണ് കമ്മിറ്റി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് തന്നെ ദുരനുഭവം നേരിടേണ്ടി വന്നത്. അതിക്രമം ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യമോ ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ ഭാഗമോ ആയിരുന്നില്ല, ബോധപൂർവമാണ്. ദുരനുഭവം ഉണ്ടായതിന് പിന്നാലെ വിവരം ആദ്യം വീട്ടുകാരെ അറിയിച്ചു. പിന്നാലെയാണ് കഴിഞ്ഞ നവംബർ 24-ന് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകിയത്. 4 ദിവസത്തിനകം 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും അറിയിച്ചു. എന്നാൽ ഡിസംബർ 8-ന് മാധ്യമങ്ങളിൽ വാർത്ത വരും വരെ എഫ്ഐആർ ഇട്ടില്ല. ഫോണിലൂടെ ദുഃഖവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച അക്കാദമി ഭാരവാഹികൾ പ്രതിയെ IFFKയിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും വിവര പുസ്തകത്തിൽ പേര് ഉൾപ്പെടുത്തില്ലെന്നുമൊക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. സംഭവത്തിന് ശേഷം ചിലർ മിണ്ടാതിരിക്കണമെന്നും കാര്യങ്ങൾ സങ്കീർണമാക്കരുതെന്നും ഉപദേശിച്ചു. എന്നാൽ തന്റെ അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമായാണ് ഇത് അനുഭവപ്പെട്ടതെന്നും അതിജീവിത എഴുതുന്നു. വേണ്ടപ്പെട്ടവർക്കെതിരെ ആരോപണം വരുമ്പോൾ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. കേസിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നാലെയാണ് അതിജീവിതയുടെ തുറന്നു പറച്ചിൽ. മീഡിയ 1 തിരുവനന്തപുരം.